ആണും പെണ്ണും ഒന്നിച്ചിരുന്ന് സിനിമ കാണുമ്പോൾ, മാതാവും പിതാവും മക്കളും ഒന്നിച്ചിരുന്ന് സിനിമ കാണുമ്പോൾ അവരുടെ ഇടയിലുള്ള പ്രത്യേകമായ ചില മറകൾ പൊളിഞ്ഞു പോകുന്നു. അങ്ങനെയാണ് സഹോദരന്മാരാൽ ഗർഭിണികളാകുന്നത്. അങ്ങനെയാണ് സ്വന്തം മകൻ്റെ സന്താനത്തെ പേറാൻ പല മാതാക്കളും നിർബന്ധിതരാകുന്നത്. അങ്ങനെയാണ് പലരും ആത്മഹത്യയിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് പലരും മയക്കുമരുന്ന് ശീലിക്കുന്നത്. അങ്ങനെയാണ് പല വയലൻസും കേരളത്തിൽ നടപ്പിലാകുന്നത്. കുറേ അടിയും കൊല്ലലും നടന്നപ്പോൾ ആ വിധത്തിൽ തന്നെ പൊതുസമൂഹം ചർച്ച ചെയ്തു. ഈ കാര്യം ചർച്ച ചെയ്തു. പാവപ്പെട്ട മക്കളുടെ മനസ്സ് മലിനമാക്കുന്നു. എന്തു വന്നാലും കൊല ചെയ്യണമെന്നവരെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. കൊല ചെയ്താൽ എങ്ങനെയാണ് പോലീസിൻ്റെ പിടിയിൽപ്പെടാതെ ജയിലിനകത്ത് പോവാതെ രക്ഷപ്പെടേണ്ടതെന്ന് പല സിനിമകളും വിസ്തരിച്ച് സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു അധർമ്മം പാടില്ലെന്ന് ഉസ്താദ് കൃത്യമായി ക്ലാസ് എടുക്കുന്നു സങ്കല്പിക്കുക. അതിൽ നിന്ന് ബോധം ഉൾക്കൊണ്ട് വീട്ടിലേക്ക് പോകുന്ന ഓരോ വിദ്യാർത്ഥിയും ദീനീപരമായി ജീവിക്കണമെന്ന് തീരുമാനമെടുക്കുന്നുണ്ട്. പക്ഷേ വീട്ടിലെത്തുന്നതോടുകൂടെ എല്ലാം തകർന്നു തരിപ്പണാവുന്നു. എങ്ങനെയാണ് വസ്ത്രമെന്ന് ഉസ്താദ് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ പ്രതിജ്ഞ എടുത്ത് വീട്ടിലേക്ക് പോകുന്ന കുട്ടിക്ക് ഉമ്മ അവളുടെ പർദ്ദൊക്കെ വലിച്ചെറിഞ്ഞിട്ട് സ്ലീവ്ലെസ് ടീഷർട്ട് ഇട്ട് കൊടുക്കുന്നു, ഒരു ചെറിയ ട്രൗസർ ഇട്ട് കൊടുക്കുന്നു. അത് അവിടെ ഇവിടെയൊക്കെ കീറിപ്പറഞ്ഞാൽ വളരെ വിശേഷമായി. കാരണം ഉമ്മാൻ്റെ LKG കാലത്ത് പഠിച്ച ആളുകളുടെ ഗ്രൂപ്പ് യോഗം നടക്കുന്നുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ ഇത്തിരിയൊക്കെ ഒരു ഉഷാറിൽ മോളെ കൊണ്ടുപോകണമെന്ന് ഉമ്മ തീരുമാനിക്കുന്നു. 13-14 വയസ്സായ കുട്ടികൾ പോലും ഔറത്ത് മറക്കാതെ പുറത്തിറങ്ങുന്നു. പിന്നെ മദ്രസ വിദ്യാഭ്യാസം കുറേ കാലം കൊടുത്തിട്ട് എന്തേ കാര്യം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഗുണം കിട്ടുമോ? ഉസ്താദ്മാരെ അപഹസിച്ചിട്ട് ഈ ഉസ്താദ്മാരെ കൊണ്ട് എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട്, അവർക്ക് ശമ്പളം കൊടുത്തിട്ട് എന്തുണ്ട് ഗുണം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. മദ്രസയിൽ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മക്കളിൽ പരിശീലിപ്പിക്കാനുള്ള സംവിധാനം നമ്മുടെ വീടകങ്ങളിൽ ഉണ്ടാവണം. വളരെ ഗൗരവത്തിലാണ് ഞാൻ അത് പറയണത്.